ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ദജ്ജാൽ ലോകാവസാനത്തിൻ്റെ തൊട്ട് മുൻപായിട്ട് പുറപ്പെടുന്ന ദജ്ജാൽ, അവൻ അല്ലാഹു തആല ആദം നബിയെ പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഫിത്നയിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന ദജ്ജാല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവൻ്റെ ഷെറിനെ തൊട്ട് നമ്മളെ പരമ്പരകളെയും രക്ഷപ്പെടുത്തട്ടെ. എന്നും അത്തഹിയാത്തിൽ അതിന് ശേഷമുള്ള ദുആഇൻ്റെ സ്വലാത്തിൻ്റെ ശേഷം നമ്മൾ ദ്വാരക്കല്ലോ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, വല്ലാത്ത ഫിത്നെ. റസൂലുള്ളാഹി തങ്ങളൊരു കഥ പറയുന്നു, വരാൻ പോകുന്ന സംഭവം പറയുകയാണ്. യഖ്റുജു ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടും. ഫയതവജ്ജഹു ഖിബലഹു റജുലുൻ മിനൽ മുഅ്മിനീന, അപ്പം അവനെക്കൊള്ള മുഅ്മിനീങ്ങളിൽ നിന്നൊരു മനുഷ്യൻ മുന്നിടും ദജ്ജാലിനോട് നേരിടാൻ വേണ്ടി. ഫയൽഖാഹുൽ മസാലിഹു ഐ മസാലിഹു ദജ്ജാൽ, ദജ്ജാലിൻ്റെ ആയുധങ്ങൾ ചുമന്ന അവൻ്റെ ആളുകൾ, അവൻ്റെ സൈന്യങ്ങൾ ഈ മുഅ്മിനായ മനുഷ്യൻ നേരിടും. ഫയഖൂലൂന ലഹു, അവർ ഇദ്ദേഹത്തോട് ചോദിക്കും, അയിന തഅമിദു, എവിടേക്ക് ഉദ്ദേശിക്കുന്നു, എവിടേക്ക് പോകണ ചോദിക്കും. ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, അഅ്മിദു ഇലാ ഹാദല്ലദീ ഖറജ, ഇവിടെ പുറപ്പെട്ട ദജ്ജാൽ വന്നല്ലോ, ഇവിടെ അവനെ ശരിയാക്കാൻ വേണ്ടി പോകണമെന്ന് പറയും. ഫയഖൂലൂന ലഹു, അപ്പം അവർ ഇവനോട് പറയും, ഈ മുഅ്മിനോട്, അവമാ തുഅ്മിനു ബി റബ്ബിന, നമ്മളെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കണില്ലേ? അപ്പോഴേക്ക് ഈ ദജ്ജാൽ കുറേ ആളുകളെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇവിടെ ഭൂമിയിൽ. ദജ്ജാലും ആളിഷ്ടം പോലെ ഉണ്ടാവുകയെ. അധികം വഹാബികളായിരിക്കും നമ്മളെ ചിന്ത. കാരണം അത്ഭുതങ്ങൾ ഇവിടെ ആർക്കും കാട്ടാൻ കഴിയില്ല, അതൊക്കെ കള്ളമാണ് ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളല്ലേ. എന്തെല്ലാം അത്ഭുതങ്ങളായി ചങ്ങായി കാണിക്കുക. ആളുകളെ കൊല്ലും, എന്നിട്ട് എണീക്കുക അറിയും, അപ്പം എണീക്കും. ആകാശത്തിനോട് മഴ വർഷിപ്പിക്കാൻ പറയും, മഴ പെയ്യും. എന്തെല്ലാം കാട്ടും. വഹാബികൾ അറിഞ്ഞാലിപ്പോൾ ഇത് പടച്ചവനാണ് അറിയും. എടോ വഹാബി, രണ്ട് നിലയ്ക്ക് അത്ഭുതങ്ങൾ കാണിക്കാം. ഒന്ന് കറാമത്ത്, അള്ളാഹുവിൻ്റെ ആദരവ് കൊണ്ട്, പിന്നിൽ അള്ളാഹു തന്നെയാണ്. രണ്ട് ഇസ്തിദ്റാജ്, അള്ളാഹു തആല ചില ആളുകളെ പരീക്ഷിക്കും, ചൂണ്ടയിട്ട് പിടിക്കും, അങ്ങനെയൊക്കെ വരും. അപ്പം ഈ മുഅ്മിനായ മനുഷ്യൻ പറയും, മാ ബി റബ്ബിന ഖഫാ, പോടോ, ഞങ്ങളെ റബ്ബിൽ ഞങ്ങൾക്ക് അവ്യക്തതയില്ല. ഇത് റബ്ബൊന്നുമല്ല, ഇതൊരു ഘടന. ഫയഖൂലൂൻ, അപ്പോൾ സൈന്യങ്ങൾ പറയും, ഉഖ്തുലൂഹു, കൊല്ലു അവനെ. ആരെ? ഈ മുഅ്മിനായ മനുഷ്യന്. അപ്പോൾ അവർ ഫയഖൂലു ബഅദിഹിം ലിബഅദിൻ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അലൈസ ഖദ് നഹാകും റബ്ബുക്കും അൻ തഖ്തുലു അഹദൻ ദൂനഹു, എന്താ നമ്മളെ റബ്ബ് പറഞ്ഞിട്ടില്ല? റബ്ബാന അള്ളയൊന്നുമല്ല, ദജ്ജാൽ, ഓനല്ലാതെ ആരും കൊല്ലാൻ പാടില്ലെന്ന് ഓല റബ്ബ് പറഞ്ഞിണല്ലോ. നിങ്ങൾ സ്വയം ആരും കൊല്ലരുത്, എൻ്റെ അടുത്തേക്ക് വന്നാലേ ഞാനാണ് കൊല്ലേണ്ടത്. അങ്ങനെ അവർ ഫയന്തലിഖൂന ബിഹി ഇല ദജ്ജാൽ, ഈ മുഅ്മിനായ മനുഷ്യനെ ദജ്ജാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഫഇദാ റആഹുൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ ഈ ദജ്ജാലിനെ കണ്ടാൽ മുഅ്മിന് പറയും, യാ അയ്യുഹന്നാസ് ഹാദാ ദജ്ജാലുല്ലദീ ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ ജനങ്ങളെ, അള്ളാൻ്റെ ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ദജ്ജാലാണ് കേട്ടോ. ഇത് റബ്ബൊന്നല്ല, മൂപ്പര് അത്യുച്ചത്തിൽ വിളിച്ചു പറയും. അപ്പം ദജ്ജാൽ പറയും, ഖുദൂഹു വശുജ്ജൂഹു, പിടിക്കട അവനെ, അടുക്കി വെട്ടു അവനെ. ഫയുവസ്സഉ ലഹ്റുഹു വബത്നുഹു ലർബ, അവൻ്റെ പെരടിയും പള്ളിന്ന് അടിച്ച് ശരിയാക്കും. മുഅ്മിനായ മനുഷ്യനാണ്. എന്നിട്ട് ദജ്ജാൽ ചോദിക്കും, അവമാ തുഅ്മിനു ബി, എന്നെ കൊണ്ട് വിശ്വസിക്കുമോ?
അപ്പം മുഅ്മിൻ പറയും അന്തൽ മസീഹുൽ കദ്ദാബ്, നീ നുണയനായ മസീഹാണെന്നാടോ എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇവൻ ആളുകളെ വിളിക്കും, എന്നിട്ട് നല്ല വാള് കൊണ്ടുവരാൻ പറയും. ഫയൂഷറു ബിൽ മീശാരി മിൻ മഫ്റഖിഹി ഹത്താ യുഫറഖ ബൈന റിജ്ലൈഹി. മാഷാ അല്ലാഹ്. ഈ മുഅ്മിനായ മനുഷ്യൻ്റെ മൂർധാവ് മുതൽ ആ വലിയ വാളുകൊണ്ട് അങ്ങനെ മൂർന്ന് 2 പൊളിയാക്കും. സുമ്മ യംശി ദജ്ജാലു ബൈനൽ ഖിത്അതൈനി. അങ്ങനെ 2 പൊളിയായല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ ദജ്ജാൽ അങ്ങ് നടക്കും. ഓഹ്, വല്ലാത്ത ഫിത്ന. സുമ്മ യഖൂലു ലഹു, പിന്നെ ദജ്ജാൽ ഈ മുഅ്മിനോട് പറയും, ഖും, എണീക്കൂ. ഫയസ്തവി ഖായിമ, അപ്പോൾ ഉഷാറായിട്ട് എണീക്കും. വഹാബികൾ അറിയും, ഇത് റബ്ബന്നെയാണ് അറിയില്ല. ഹയാത്ത് ഡീക്കാനൊക്കെ കഴിയടോ ഇസ്തിദ്റാജിൻ്റെ വഴിയിൽ, മുഅ്ജിസത്തിൻ്റെ വഴിയിൽ, കറാമത്തിൻ്റെ വഴിയിൽ, പക്ഷേ കെയർ ഓഫ് അല്ലാഹ്. അങ്ങനെ ഈ 2 പൊളിയായി വീണ മനുഷ്യൻ എണീക്കുന്നു. വീണ്ടും ദജ്ജാൽ ചോദിക്കുന്നു, അതുഅ്മിനു ബി, എന്നെ കൊണ്ട് വിശ്വസിക്കുമോ? അദ്ദേഹം പറയും, പോടാ, മസ്ദത്തു ഫീക ഇല്ലാ ബസീറാ, നിന്റെ ഓരോ പ്രവർത്തനം കൊണ്ടും എനിക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. ഞങ്ങളെ ഹബീബ് പറഞ്ഞ, ഞങ്ങളെ നേതാവ് പറഞ്ഞ ആ ദജ്ജാലാണെന്ന് എനിക്ക് ഉറപ്പ് വരികയാണ്. പിന്നെ മുഅ്മിൻ വീണ്ടും വിളിച്ചു പറയും, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു ലാ യഫ്അലു ബഅദി ബിഅഹദിൻ മിനന്നാസ്, ആരും പേടിച്ചണ്ട, എൻ്റെ ശേഷം ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഒരാളെയും ഇവന് ചെയ്യാൻ കഴിയില്ല കേട്ടോ, ഇതവൻ്റെ അവസാനത്തെ പണിയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ മനുഷ്യനെ ദജ്ജാൽ അറുക്കുവാൻ വേണ്ടി പിടിക്കുന്നു. ഫയഖുദുഹു ദജ്ജാലു ലിയസ്ബഹു, അറുക്കാൻ വേണ്ടി വീണ്ടും അറുക്കുകയാണ്, രണ്ടാമതും. ആ സമയത്ത് ഫയജ്അലു മാ ബൈന റഖബതിഹി ഇലാ തർകൂതിഹി നുഹാസാ, ആ മുഅ്മിനായ മനുഷ്യൻ്റെ പിരടയും പരിസരവും എന്താവും, അല്ലാഹു തആല എന്താക്കും, ചെമ്പാക്കി മാറ്റും. വാളുകൊണ്ട് മൂരാൻ കഴിയില്ല. ഫലാ യസ്തതിഉ ഇലൈഹി സബീല, കഴിയില്ല. അങ്ങനെ ഈ ദജ്ജാൽ ഫയഖുദു ബിയദൈഹി വരിജ്ലൈഹി, ഈ മുഅ്മിനായ മനുഷ്യൻ്റെ കൈകാലുകൾ പിടിച്ച് ഫയുഖ്ദഫു ബിഹി ഫിൽ ഹവാ, അന്തരീക്ഷത്തിലേക്ക് ഒരൊറ്റേറ. അപ്പം ജനങ്ങൾ വിചാരിക്കും, ഇന്നമാ കസഫഹു ഇലന്നാർ, ഓനെ എറിഞ്ഞ നരകത്തിലേക്കാണെന്ന്. പക്ഷേ വ ഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, സ്വർഗത്തിലാണ് ഇടപെട്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ അഅലമുൻ നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, ഇദ്ദേഹമാണ് റബ്ബുൽ ആലമീൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ഷഹീദ്. മാഷാ അല്ലാഹ്. ഒരഭിപ്രായ പ്രകാരം ചില മുഹദ്ദിസീങ്ങളൊക്കെ പറയുന്നു, ഇത് ബഹുമാനപ്പെട്ട ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വലിയ ഫിത്നയാണ് ദജ്ജാൽ. അല്ലാഹു തആല നമ്മളോ അവൻ്റെ ഫിത്നയെ തൊട്ടൊക്കെ കാക്കട്ടെ, പരിപൂർണ്ണ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ.